ശ്രീ PV അൻവർ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോട് 2 പ്രാവശ്യം ജയിച്ച സ്വതന്ത്രനാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വന്നത് എന്തിനാണ് തെരഞ്ഞെടുപ്പ് വന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടതെന്ന് അൻവറിന് അറിയുന്നില്ല, നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ യാതൊരു തരത്തിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നതാത്ത കാര്യമാണ്. രാജിവെച്ചു. അതിനുശേഷം അദ്ദേഹം എടുത്ത നിലപാടറിയാലോ. ഞാനതൊന്നും പറയണ്ട. അദ്ദേഹം UDF-ആയിട്ട് പിന്നെ പിന്നീട് തർക്കമുണ്ടായി, സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ സമീപനം എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അൻവറിന് തന്നെയാണ്. അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടതില്ല. കാര്യം എന്തെങ്കിലും വേണം, ആർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്തെങ്കിലും പിണറായിസം എന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ പിണറായിസം വേറെ UDF-ന്റെ ചില നേതാക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം. പിണറായിസം എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ നല്ല കാര്യങ്ങളാണെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അതിപ്പോ ഈ നല്ല റോഡും നല്ല വികസനവും നല്ല ആശുപത്രികളും ലോകത്തെ ഏറ്റവും വലിയ വിഴിഞ്ഞം തുറമുഖം പോലുള്ള തുറമുഖം നടപ്പിലാക്കിയതും ജനങ്ങൾക്ക് സമാധാനവുമായിട്ടും സ്വസ്ഥമായിട്ടും ജീവിക്കാൻ കഴിയുന്നതും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റും മനുഷ്യരും ഒറ്റക്കെട്ടായി നിന്ന് ആ പ്രതിസന്ധിയെ പരിഹരിക്കുന്നതൊക്കെ ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ട് ജനം കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും സാധാരണക്കാരന് കിട്ടേണ്ട സാമൂഹ്യക്ഷേമ പെൻഷനും ചികിത്സാ സഹായവും ഉൾപ്പെടെ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്കുള്ള റിസർച്ചും ഗവേഷണവും അതിന്റെ ഭാഗമായിട്ടുള്ള തൊഴിലും അതിന്റെ ഭാഗമായിട്ട് ഉത്പാദനവും ഒക്കെ നടക്കുന്നൊരു എക്കണോമിയായി കേരളത്തിലെ എക്കണോമി ശക്തിപ്പെട്ട് മുന്നോട്ട് പോവാണ്. കേരളത്തിലെ ജീവിതം ശക്തിപ്പെട്ട് മുന്നോട്ട് പോവാണ്. അതിനകത്ത് സ്വതന്ത്രനായി വന്ന് ഇവിടുത്തെ പിന്തുണച്ച ജനങ്ങളുടെ മൊത്തം വിശ്വാസത്തെ തകർത്തുകൊണ്ട് അനാവശ്യമായി തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയും എന്തൊക്കെയോ രാഷ്ട്രീയമില്ലാതെ നാട്ടുകാരെ തന്നെ വിശ്വസിക്കാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് അൻവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അബദ്ധ പഞ്ചാംഗം പോലെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായ ഒരു രാഷ്ട്രീയമില്ല. പറഞ്ഞത് നേരത്തെ ചെയ്ത ഓരോ സ്റ്റെപ്പും തെറ്റിപ്പോയി എന്നുള്ളതിന്റെ ഒരു കൺഫ്യൂഷനോടുകൂടി അടുത്ത സ്റ്റെപ്പ് എടുക്കുന്ന തരത്തിലേക്കാണ് അൻവറിന്റെ സമീപനം കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനങ്ങൾ. ഏതായാലും ഇടതുപക്ഷം അദ്ദേഹത്തിനോട് നീതി കാണിച്ചില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നതേ ഇല്ല. വ്യക്തി എന്ന നിലയിൽ, ഒരു MLA എന്ന നിലയിൽ നാട്ടിലെ ജനങ്ങളോട് ഏറ്റവും മാന്യമായി പെരുമാറിയില്ല ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയാൻ അദ്ദേഹത്തിന് നല്ല UDF-നും പറ്റില്ല. പിന്നെ എന്തിനാണ് ചെയ്തതിനാണ് അദ്ദേഹം മറുപടി പറയേണ്ടത്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സ്വരാജ് വളരെ നല്ല സ്ഥാനാർത്ഥിയാണെന്നും ഏറ്റവും മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണെന്നും ഈ നിലമ്പൂരിന് വലിയ പുരോഗതി കൊണ്ടുവരാൻ പറ്റുന്ന കേരളത്തിന്റെ ഏറ്റവും മെച്ചപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ ഒരാളാണെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾക്ക് UDF-ന്റെ പ്രചരണത്തിനോ അതിനോട് ചേർന്ന് നിന്നുള്ള അൻവറിന്റെ പ്രചരണത്തിനോ വലിയ അടിസ്ഥാനമുണ്ടെന്ന് ഞാൻ കരുതുന്നു.